പാൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി പഴനിമല കോവിലിലെ പാൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. ഭക്തി നിർഭരമായ ഭജനകൾ പാടി വരുമാനം കണ്ടെത്തുകയാണ് ആലപ്പുഴ സ്വദേശിനികളായ വിദ്യാർത്ഥിനികൾ. നമസ്കാരം, ഞങ്ങൾ ദേവസേന ഭക്തസ്. ഞങ്ങൾ കേന്ദ്രീകരിച്ച് വരുന്നത് ഹരിപ്പാട് നിന്നാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നത്. ഇത് സൂര്യ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അലോകയുടെ വീട് ഹരിപ്പാടാണ്. പിന്നെ ഞാൻ നക്ഷത്ര, എൻ്റെ വീടും ഹരിപ്പാട് തന്നെയാണ്. പിന്നെ എൻ്റെ സ്വാതി കായംകുളത്ത്. ഉത്സവ സീസണായ ഡിസംബർ മുതൽ മെയ് വരെയുള്ള സമയത്ത് 60,000 രൂപ വരെ ഓരോരുത്തർക്കും ലഭിക്കുന്ന മാസങ്ങളുണ്ട്. ഹരിപ്പാട് ദേവസേന ഭജൻസ് ട്രൂപ്പിലെ ഗായകരായ വിദ്യാർത്ഥിനികൾ എഞ്ചിനീയറിംഗ് പഠനവും വീടുപണിയും ഉൾപ്പെടെ വലിയ ഉത്തരവാദിത്തങ്ങൾ സ്വന്തം വരുമാനത്തിൽ നിറവേറ്റുകയാണ്. ട്രൂപ്പ് ആരംഭിച്ച് 7 വർഷങ്ങൾ പിന്നിടുമ്പോൾ 600-ലധികം വേദികൾ പിന്നിട്ട് കഴിഞ്ഞു. ക്ഷേത്രോത്സവ വേദികൾക്ക് പുറമെ വിവാഹം, പാലുകാച്ചൽ തുടങ്ങിയ സ്വകാര്യ ചടങ്ങുകളിലേക്കും ഭജൻസിന് ബുക്കിംഗ് ലഭിക്കാറുണ്ട്. കേരളത്തിലും പുറത്തുമായി വേദികളിൽ തരംഗമായതോടെ അടുത്ത വർഷം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടീം. മണ്ണാറശാലയിലെ ശ്രീപാർവതി തിരുവാതിര കളരിയിലെ ശാന്തമ്മാൾ ടീച്ചറിന്റെ ശിഷ്യർക്ക് നൃത്തത്തിൽ മാത്രമല്ല പാട്ടിലും കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ രക്ഷിതാക്കളാണ് 2017 പെൺകുട്ടികളുടെ ഭജന ട്രൂപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. വിദ്യാർത്ഥിനിയായിരുന്ന അഭിരാമിയുടെ അമ്മ ജയലക്ഷ്മിയുടേതായിരുന്നു ഈ ആശയം. നക്ഷത്രയുടെ അമ്മ തുഷാര ദേവസേന എന്ന പേര് നിർദ്ദേശിച്ചു. അഭിരാമിയും നക്ഷത്രയും നന്ദനയും ശ്രീകാർത്തികയും ഹയയും ഒത്തുചേർന്നപ്പോൾ ടീം സെറ്റായി. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആദ്യമായി പാടാൻ അവസരം ചോദിച്ചു വാങ്ങി. അന്ന് ഗിത്താറും മൃദംഗവും മാത്രമാണ് ഓർക്കസ്ട്രയായി ഒപ്പമുണ്ടായിരുന്നത്. ആദ്യ പരിപാടിയോടെ തന്നെ ബുക്കിങ്ങുകൾ വന്നു തുടങ്ങി. ഒരാൾ പാടുകയും മറ്റുള്ളവർ കോറസ് പാടുകയും ചെയ്യുന്ന രീതിയായിരുന്നു ആദ്യ 3 വർഷങ്ങളിൽ. പിന്നീട് 5 ഗായകർക്കും ഒരേപോലെ പാടാവുന്ന തരത്തിൽ ക്രമീകരണങ്ങളായി. നക്ഷത്ര ഒഴികെയുള്ളവർ ഉന്നത പഠനത്തിന് പോയപ്പോൾ പകരക്കാരായി ദേവിക വാസുദേവൻ, അലോക കൈമൾ, സ്വാതി പ്രണവം, എ സൂര്യ എന്നിവർ ട്രൂപ്പിലേക്കെത്തി. കേരളത്തിൽ പാലക്കാട് ഒഴികെ എല്ലാ ജില്ലകളിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും വേദികൾ ലഭിച്ചു. സീസൺ കാലയളവിൽ ബുക്കിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. ഒരു ദിവസം തന്നെ രാവിലെ മുതൽ രാത്രി വരെ 3 വേദികളിലായി പരിപാടി അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതോടെ കുട്ടികൾക്ക് വരുമാനവും വർദ്ധിച്ചു. ബിടെക് വിദ്യാർത്ഥിനിയായ നക്ഷത്ര കോഴ്സ് ഫീസിന്റെ ഭൂരിഭാഗവും സ്വന്തം വരുമാനത്തിൽ നിന്നാണ് അടയ്ക്കുന്നത്. വീടുപണിയിൽ നല്ലൊരു തുക നൽകി അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സൂര്യ. സ്വാതിക്ക് അച്ഛന്റെ രോഗാവസ്ഥയിൽ കൈത്താങ്ങായതും ഭജൻസിലെ വരുമാനമായിരുന്നു. അലോക കഴിഞ്ഞ 4 വർഷങ്ങളായി സ്വന്തം പഠനച്ചെലവിന് വീട്ടുകാരെ ആശ്രയിച്ചിട്ടേയില്ല. രക്ഷിതാക്കളായ ജ്യോതിയും തുഷാരയും ചേർന്നാണ് ട്രൂപ്പിനെ നയിക്കുന്നത്. ഹരിപ്പാടിന് 20 കിലോമീറ്റർ ചുറ്റളവിലെ പരിപാടിക്ക് 20,000 രൂപയാണ് ഈടാക്കുന്നത്. ദൂരം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിരക്കിൽ വ്യത്യാസം വരും. മണിക്കൂർ ഭജനയിൽ പഴയതും പുതിയതുമായ ഭക്തിഗാനങ്ങൾ, വിവിധ ഭക്തിഗാനങ്ങൾ കോർത്തിണക്കിയ ഫ്യൂഷൻ, ഭക്തി പ്രാധാന്യമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവ ആലപിക്കും. പരിപാടി അവതരിപ്പിച്ച ശേഷം പണം നൽകാതെ സ്പോൺസർ പറ്റിച്ച അനുഭവമുണ്ടായതോടെ അഡ്വാൻസ് തുകയായി 5,000 രൂപ വാങ്ങിയാണ് നിലവിൽ ബുക്കിംഗ് സ്വീകരിക്കുന്നത്. അനിൽകുമാർ ചേരാവള്ളി, വിജയൻ ഹരിപ്പാട്, രാകേഷ് കൊട്ടാരം, മനീഷ് എന്നിവരാണ് ഓർക്കസ്ട്ര. ശിവതാണ്ഡവായ നമോ ശിവതാണ്ഡവായ നമോ ശിവതാണ്ഡവായ നമോ ശിവതാണ്ഡവായ